ഗുഡ് മോർണിംഗ്. നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൽ ഇത്ര ക്ലാസ്സിൽ നമ്മൾ ഡ്രോയിങ്സ് ഒരുപാട് വരച്ചു. അപ്പോൾ ഇനി കുറച്ച് തിയറീസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ CMEയുടെ 4th മൊഡ്യൂളിലെ കംപ്ലീറ്റ് തിയറീസും എന്ത് ചെയ്യാനുണ്ട്, നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതല്ലാതെ ഉള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഫസ്റ്റ് വൺ, ഡിഫൈൻ FAR, ഫ്ലോർ ഏരിയ റേഷ്യോ. നമ്മുടെ 2020 വരെ KMBR റൂള് പ്രകാരം, അതായത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂള് പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നത് ഫ്ലോർ ഏരിയ റേഷ്യോ എന്നാണ്. അതായത് നമ്മളെ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്ലിന്ത് ഏരിയ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഏരിയ കാണും നമ്മൾ. ആ ടോട്ടൽ ഏരിയനെ സൈറ്റിൻ്റെ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ള ടേം 2020 മുതൽ അപ്ഡേറ്റ് ചെയ്ത റൂളിൽ FSI എന്നാണ് പറയണത്. അപ്പോൾ മേ ബി ഇപ്പോൾ ഇത് 2020 അല്ലേ, അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മേ ബി അത് ചോദിക്കുന്നത് FSI എന്നായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ പഠിച്ച ITI കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം FAR എന്ന് പറഞ്ഞിട്ടാവും അവർ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ടേം ഇപ്പം FSI ആണ്. അതായത് FAR എന്ന് പറഞ്ഞാലും FSI എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ടേം തന്നെയാണ്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ, അതായത് ടോട്ടൽ പ്ലിന്ത് ഏരിയനെ അവിടുത്തെ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഏരിയയാണ്. ആ സൈറ്റിൻ്റെ ഏരിയ ഇൻ M² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗിവ് ദി നെയിം ഓഫ് എനി 3 സാനിറ്ററി ഫിറ്റിങ്സ്. നമ്മൾ ഷീറ്റ് വരച്ചിരുന്നു. ബേസിക്സിൻ്റെ കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ സിമ്പിൾസ്, സാനിറ്ററിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഷീറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ. അതിലുണ്ടാവും എന്താണ് സാനിറ്ററി ഫിറ്റിങ്സ് പറയുന്നത്, ബാത്ത് ടബ്, യൂറിനൽസ്, വാട്ടർ ക്ലോസറ്റ്, ഷവർ, ഇതൊക്കെ സാനിറ്ററി ഐറ്റംസ് ആണ്. അതാണ് സാനിറ്ററി ഫിറ്റിങ്സ്. അതിൻ്റെ നെയിംസ് എഴുതാനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾവേർട്ട് ഏതൊക്കെയാണെന്നാണ്. റോഡിൻ്റെ അല്ലെങ്കിൽ റെയിൽവേൻ്റെ ഒക്കെ അടിയിലൂടെ, ഇപ്പോൾ റെയിൽവേ ട്രാക്ക് പോകുന്ന കുറച്ച് റെയിൽവേ ഉയർത്തിയിട്ട് നമുക്ക് വെള്ളം ഒഴുകാനായി, ഇപ്പോൾ ഒരു തോടൊക്കെ ഒഴുകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ടണൽ പോലെ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് സ്ലാബിങ്ങിനെയാണ് കൾവേർട്സ് എന്ന് പറയണത്. ഓക്കെ, അതായത് നമ്മൾ മെയിൻ റോഡിൻ്റെ, ഇപ്പോൾ നിങ്ങൾ റോഡിൻ്റെ അടിയിൽ ബേസിൻ്റെ അടിയിലൂടെ സബ്വേ ആയിട്ടാണ് കൊടുക്കുക. സബ്വേ കൾവേർട്ടും കൊടുക്കുക. അതല്ലാതെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ റെയിൽവേൻ്റെ റോഡിൻ്റെ ഒക്കെ ബേസിൽ താഴെ കൊടുക്കുന്നതാണ് ഈ കൾവേർട്സ് എന്ന് പറയുന്നത്. ഇനി കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന്, കമ്പൈൻഡ് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഫൂട്ടിങ്ങും നമ്മൾ CMEയിൽ 4th മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 2 കോളംസ് അടുത്തടുത്ത് വരുന്ന സമയത്താണ് നമ്മൾ ഒന്നാമത് കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കുക. അതുപോലെ തന്നെ സോയിലിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഫൂട്ടിങ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ കമ്പൈൻഡ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കൺവെൻഷണൽ സൈൻ ഓഫ് സാനിറ്ററി ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആൻഡ് ഡോർ ആൻഡ് വിൻഡോസ്. അതായത് നമ്മളിപ്പോൾ വരച്ചിരുന്നു സാനിറ്ററി ഫിറ്റിങ്സിൻ്റെ ഓരോ സിമ്പിൾസ്, ഇലക്ട്രിക്കലിൻ്റെ സിമ്പിൾസ്, അതുപോലെ ഡോറും വിൻഡോൻ്റെയും പല ടൈപ്പ് സിമ്പിൾസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൽ ഏതെങ്കിലും കുറച്ചായിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് വരയ്ക്കാനാണ് പറയണത്. 2 മാർക്കിനാകുമ്പോൾ എല്ലാത്തുനിന്നും ഒരു 3 എടുത്ത് വരച്ചാൽ മതി. ഓക്കെ, പിന്നെ ഡിഫൈൻ പ്ലിന്ത് ഏരിയ അറിയുന്നത് ടോട്ടൽ ഫ്ലോറിൻ്റെ എല്ലാ സ്റ്റോറിൻ്റെയും കൂടി ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ ആ പ്ലിന്ത് ഇല്ലേ, നമ്മളിപ്പം വാളിൻ്റെ സൈഡിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്യണ ആ ഒരു പ്ലിന്ത്, അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻറ്റയർ ഏരിയ, അതിനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെസാനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ഇൻ എനി സ്റ്റോറി, ഓവർ ഹാങ്ങിങ് ഓർ ഓവർ ലുക്കിംഗ് ഫ്ലോർ ബിനീത്ത്. അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്, അതായത് ഫസ്റ്റ് ഫ്ലോർ അല്ലാതെ തന്നെ നമ്മൾ ഇപ്പം ഡയറക്റ്റ് സ്റ്റെയർ, അതായത് സ്ട്രെയിറ്റ് സ്റ്റെയർ കയറിയിട്ട് ചെറിയൊരു ഫ്ലോറിലേക്ക് കയറുകയാണ് വിചാരിച്ചോ. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിനെയാണ് നമ്മൾ ഇപ്പം അത്ര വലിയ ഹൈറ്റില്ല, ഇപ്പോൾ 2 ton ഹൈറ്റിലൊക്കെ ജസ്റ്റ് ഒരു ഫ്ലോർ കൊടുക്കുക, അതിനെയാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിനെയാണ് മെസാനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലിയർ സ്പാനും എഫക്റ്റീവ് സ്പാനും. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സപ്പോർട്ട്, 2 വാളിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ 2 വാളിൻ്റെയും സെൻറ്ററിൽ നിന്ന്, ഒരു വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത വാളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഫ്രണ്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിൽ നിന്നൊക്കെ ബിൽഡിങ്ങിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ഫ്രണ്ടേജ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ. സൈഡ് പറഞ്ഞാൽ സൈഡ്, റിയർ പറയുമ്പോൾ ബാക്ക് സൈഡിലുള്ള ഡിസ്റ്റൻസ്. മിനിമം ഏരിയ ഓഫ് കിച്ചൺ ആസ് പെർ NBC പ്രകാരം മിനിമം ഏരിയ കിച്ചൻ്റെ നിങ്ങൾക്കൊരു PDF കഴിഞ്ഞ ദിവസം വിട്ടുന്നുണ്ടായിരുന്നു, ഓരോന്നിനും വേണ്ട മിനിമം ഏരിയാസ്. അത് പഠിച്ച് നിർബന്ധമായിട്ടും വെക്കണം. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയത് 5.5 M² എന്നുള്ളത് പഠിക്കേണ്ടതാണ്. സെറ്റ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തു നിന്നും സ്ട്രീറ്റിൽ നിന്നും ബിൽഡിങ്ങിലേക്കുള്ള ഓരോ കോർണറിലേക്കും അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓരോ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്, സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം.
ഡിഫറൻഷിയേറ്റ് ലിഫ്റ്റ് ആൻഡ് ലോഫ്റ്റ്. ലിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ലിഫ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ലോഫ്റ്റ് ആണ്. അപ്പർ സ്പേസ്, ഒരു ബിൽഡിങ്ങിലുള്ള അപ്പർ സ്പേസ് നമ്മൾ ലോഫ്റ്റ് എന്നാണ് പറയാം. മിനിമം ലാൻഡ് ഏരിയ ബസ് ഡിപ്പോട്ടിന്, അതായത് ബസ് ടെർമിനൽസിന് വേണ്ട മിനിമം ഏരിയ എത്രയാണെന്നാണ് ഒരു പേഴ്സൺ 5 to 8 m² എന്നുള്ള രീതിയിലാണ് നമ്മൾ ബസ് ഡിപ്പോട്ടിനുള്ള സ്ഥലമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആക്സസ് എന്ന് പറയുന്നത് എൻട്രൻസ്, ഒരു ബിൽഡിങ്ങിലേക്കുള്ള എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രി, അതിനെയാണ് വേ ടു ഹൗസ്, അതിനെയാണ് നമ്മൾ ആക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈഡ് ആൻഡ് റിയർ ഓപ്പൺ സ്പേസ് ടു ലെഫ്റ്റ് അറൗണ്ട് ദി ബിൽഡിംഗ് ഹൈറ്റ് ഓഫ് 50 meter. 50 meter ഉള്ള ബിൽഡിങ്ങിൻ ഹൈറ്റിൻ്റെ സൈഡ് ഫ്രണ്ട് ഒക്കെ സ്പേസ് എത്ര കൊടുക്കണം എന്നാണ്. 14 meters എന്നാണ്. ഇതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇതിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാത്രം ആൻസറാണ്. അത് 50 meter ഹൈറ്റ് വരെ മിനിമം ഈ ഡിസ്റ്റൻസ് പറയുന്നത് 14 meters എങ്കിലും വേണം. റൈറ്റ് റിക്വയർമെൻറ്റ്സ് എനി 2 പാർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെ എന്തെങ്കിലും 2 റിക്വയർമെൻറ്റ്സ് എഴുതാം. ഒരു ബിൽഡിങ്ങിൽ മിനിമം കൊടുക്കണ ഒരു റൂമിൻ്റെ മിനിമം വിടുത്ത് പറയുന്നത് 2.4 meter എങ്കിലും വേണം. അതുപോലെ തന്നെ ഹാബിറ്റബിൾ റൂമൊക്കെ ആണെങ്കിൽ, യൂസ് ചെയ്യുന്ന റൂമാണെന്നുണ്ടെങ്കിൽ ഷുഡ് നോട്ട് ബി ഏരിയ ലെസ് ദാൻ 9.5 m². 9.5 m²നേക്കാൾ ഏരിയ കുറയാൻ പാടില്ല. അടുത്ത ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എഴുതിയിട്ടുണ്ടാവില്ല അതിൽ. ബ്രിഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയയാണ്, അല്ല ലാർജ് ബോഡിയാണ് ബ്രിഡ്ജിൻ്റെത്. അതായത് ഒരുപാട് വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ ഒരുപാട് ഇപ്പം നമുക്ക് വലിയ സ്ട്രീം അതുപോലെ തന്നെ റിവേഴ്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു വാക്കിംഗ് സർഫസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബ്രിഡ്ജ് കൊടുക്കുക. പക്ഷേ റോഡിൻ്റെ റെയിൽവേൻ്റെ അടിയിൽ കൂടെ വരുന്ന ചെറിയൊരു ടണൽ പോലെ നമ്മൾ വാട്ടർ സ്ട്രീം ചെറിയൊരു അരുവി എന്ന് പറയാം, അതായത് തോട് എന്നൊക്കെ പറയാം, അത് കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൾവേർട്സ് കൊടുക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. 4 ടൈപ്പാണ് ക്ലാസിഫിക്കേഷൻ. ഒക്യുപ്പൻസി, അതായത് നമ്മളെ യൂസിനനുസരിച്ചിട്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, സാധാരണ നമ്മളെ വീടിനൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നാണ് പറയുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസിന്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സാധാരണ ഹോസ്പിറ്റൽ, ഈ ഓൾഡ് ഏജ് ഹോംസ്, ഡേ കെയർ സെൻറ്റർ, അതൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൂട്ടായിട്ട് ഒന്നിച്ച് എത്തിച്ചേരുന്നപ്പം തിയേറ്റേഴ്സ്, സിനിമ തിയേറ്റർ, അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കൺവെൻഷൻ സെൻറ്റേഴ്സ്, കല്യാണത്തിനൊക്കെ ഒന്നിച്ച് കൂടുന്ന അങ്ങനെയുള്ള ബിൽഡിങ്സിനെയാണ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുക. ബിസിനസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് ഒക്കെ, അതായത് ഇപ്പം ബാങ്ക് അങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെ ബിസിനസ് ബിൽഡിംഗ് ആണ്. മെർക്കൻറ്റൈൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വിൽക്കുന്ന, അതായത് റീറ്റെയിൽ ഷോപ്സ് ഒക്കെ. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് വെക്കുന്നതും അതുപോലെ ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന അത് ഫാക്ടറീസ്, അതിനൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് സ്റ്റോറേജ് ബിൽഡിംഗ്, എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക, ഗുഡ്സ് അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതുപോലത്തെ സ്റ്റോറേജ് റൂംസ് ഒക്കെയാണ് നമ്മൾ സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് അറിയാം. ദെൻ ഹസാർഡസ്, അതായത് പൊട്ടിത്തെറി വസ്തുക്കൾ, ഇപ്പം ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഗൺ പൗഡർ അങ്ങനെയുള്ള ബ്ലാസ്റ്റ് ഇതായിട്ടുള്ളതൊക്കെ സൂക്ഷിക്കുന്ന ടൈപ്പ് ബിൽഡിങ്സിനെ നമ്മൾ ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറയും. ഇനി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ റൈസ് ബിൽഡിംഗ് എന്നും ഹൈ റൈസ് ബിൽഡിംഗ് എന്നും. ലെസ് ദാൻ 15 മീറ്ററിൽ താഴെയുള്ള ബിൽഡിങ്സിനൊക്കെ ലോ റൈസ് എന്നും 15 മീറ്ററിൽ കൂടുതലുള്ള ബിൽഡിങ്സിനെ ഹൈ റൈസ് ബിൽഡിംഗ് എന്നും പറയും. പിന്നെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഫ്രെയിംഡ് ബിൽഡിംഗ് എന്നും ലോഡ് ബിയറിംഗ് മേസൺറി ബിൽഡിംഗ് എന്നും പറയും. ഫ്രെയിംഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസ്, അതുപോലെ തന്നെ ബീം സ്ലാബ്, ബീം, കോളം ആൻഡ് ഫൗണ്ടേഷൻ ആണ് ലോഡ് ക്യാരി ചെയ്യുന്നത്. അതായത് ഒരു ഫ്രെയിം പോലത്തെ ആ സ്ട്രക്ചറാണ് ലോഡ് ക്യാരി ചെയ്യുക. ലോഡ് ബിയറിംഗ് മേസൺറി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾസ് ആണ് ലോഡ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വാളാണ് മെയിനായിട്ട് അവിടെ ലോഡ് എടുക്കുന്നത്. സ്ലാബിൽ നിന്ന് വരുന്നതും ബീമിൽ നിന്ന് വരുന്നതൊക്കെ ലോഡ് വാളാണ് ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് ഫയർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി, അതായത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട് 4 എണ്ണം ഉണ്ട്. ടൈപ്പ് 1 കൺസ്ട്രക്ഷൻ, ടൈപ്പ് 2 കൺസ്ട്രക്ഷൻ, ടൈപ്പ് 3 കൺസ്ട്രക്ഷൻ, ടൈപ്പ് 4 കൺസ്ട്രക്ഷൻ. അതിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ കമ്പോണൻസ്, അതിലുള്ള കമ്പോണൻസ് ഒക്കെ 4 മണിക്കൂറോളം ഫയറിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അടുത്താണെങ്കിൽ 3 മണിക്കൂർ. ടൈപ്പ് 3 ആണെങ്കിൽ 2 മണിക്കൂർ. ടൈപ്പ് 4 ആണെങ്കിൽ 1 അവർ. പിന്നെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. വുഡ് മെറ്റീരിയലിൻ്റെ ബിൽഡിങ്സ് ഉണ്ടാവും. താച്ച്ഡ്, ഓല മേഞ്ഞത് ഉണ്ടായിരിക്കും. സ്റ്റീലിൻ്റെ അത് വെച്ചിട്ടുള്ള ചാനൽസ് വെച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കും. എർത്ത്, മണ്ണ് കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. RC അല്ല RCC ആണ് കേട്ടോ. RCC പറഞ്ഞാൽ നമ്മളെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബിൽഡിങ്സ്. നെക്സ്റ്റ് മുള്ളിയൻസ് എന്താണെന്ന്. വെർട്ടിക്കൽ മെമ്പർ, അതായത് നമ്മളെ വിൻഡോൻ്റെ ഇടയിൽ സബ് ഡിവൈഡ് 2 പാർട്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കെട്ട് എന്ന് പറയാം. അതിനെയാണ് മുള്ളിയൻസ് എന്ന് പറയാം. അതിൽ ഞാൻ ഓരോ ടേംസും എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക. അതുപോലെ നമ്മളെ ഡോറിൻ്റെ ഓരോ ടേംസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ ഇതേപോലെ ചോദിക്കും. എന്താണ് നോസിങ് എന്താ? നമ്മളെ ത്രെഡിൻ്റെ, അതായത് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു പ്രൊജക്ഷൻ, റൈസ് വരെയുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അതായത് ടൈലിൻ്റെ ആ ഒരു ഫേസിങ്, അതിനാണ് നോസിങ് അറിയാം.
നെക്സ്റ്റ് സർവീസ് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സപ്ലൈ, ഒരു വീട്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ, ആ വീട്ടിൽ നിന്ന് പോകുന്ന സീവേജ് വേസ്റ്റ് വാട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ആ പ്ലാനിനെയാണ് സർവീസ് പ്ലാൻ എന്ന് പറയാം. സോക്ക് പിറ്റ് എന്താണ്, അബട്ട്മെൻറ്റ് എന്താണ്? സോക്ക് പിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോറസ്, അതായത് വെള്ളം സോയിലിനുള്ളിലേക്ക്, ഇപ്പോൾ നമ്മൾ സെപ്റ്റിക് ടാങ്കിന് കണക്ട് ചെയ്തിട്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് വരുന്ന വെള്ളം നമ്മളെ സോക്ക് പിറ്റിലേക്കാണ് പോവുക. അപ്പോൾ ആ സോക്ക് പിറ്റിൽ നിന്ന് ആ വെള്ളം പതിയെ നമ്മളെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ് ഈ സോക്ക് പിറ്റ് എന്ന് പറയുന്നത്. അബട്ട്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആർച്ച് പഠിച്ചു, ആർച്ചിൻ്റെ രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന പില്ലേഴ്സ്, ആ വാൾസ്, അതിനെയാണ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് അറിയണത് ഇലക്ട്രിക്കൽ, ഒരു വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ലേഔട്ട് കാണിക്കുക, അതേപോലെ തന്നെ പ്ലംബിംഗ് ലേഔട്ട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ലേഔട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ബെഡ്റൂം ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ എന്തൊക്കെ വേണം, ലൈറ്റ് വേണം, സ്വിച്ച് വേണം അതിൻ്റെ, അതുപോലെ തന്നെ ഫാന്, സീലിംഗ് ലൈറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ പ്ലംബിംഗ് ലേഔട്ടും. ദെൻ അത് ലാസ്റ്റ് പറയാം. അടുത്തത് ബിൽഡിംഗ് ലൈൻ എന്താണ് ഡിഫൈൻ ചെയ്യാൻ, ഹെഡ് റൂം എന്താണ് ഡിഫൈൻ ചെയ്യാൻ, ഡിഫൈൻ കൾവേർട്ട് അതൊരു തവണ പറഞ്ഞതാണ്, സെറ്റ് ബാക്ക് ഒരു തവണ പറഞ്ഞതാണ്, ബിൽറ്റപ്പ് ഏരിയ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വാല്യൂ ഓഫ് മാക്സിമം പെർമിസിബിൾ FAR ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഹാവിംഗ് മാക്സിമം പെർമിസിബിൾ ഗ്രൗണ്ട് കവറേജ് 50% ഓഫ് പ്ലോട്ട് ഏരിയ. അതുപോലെ 10DT20 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യണത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം ആൻസർ. ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എ ലൈൻ വിച്ച് വേ അവേ ഫ്രം ദി സ്ട്രീറ്റ് ഓർ ബൗണ്ടറി to which main wall of the building facing that street may lawfully extend. No portion of the building may extend beyond this line except prescribed these rules. ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡിൽ നിന്നൊക്കെ നമ്മളുടെ മിനിമം ഡിസ്റ്റൻസ് ഇല്ലേ, ഇപ്പോൾ 3 മീറ്റർ കൊടുക്കുക ഫ്രണ്ടേജ്, ചിലപ്പോൾ ആ 3 മീറ്ററിൽ തന്നെ ആവില്ല ബിൽഡിംഗ് ഇരിക്കുക, കുറച്ചും കൂടി മാറിയിട്ടാവും, അത്രയും ഡിസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ കറക്റ്റ് ആ ഒരു ലൈനിനെ, അതായത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോരുന്നില്ല, ആ ഒരു പറയുന്ന ആ ഒരു ലൈനിനെ, അതാണ് ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡ് റൂം ആണ്. ഹെഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഏരിയ, സീലിംഗ് സർഫസിൻ്റെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ലാൻഡിങ്ങിൽ നിന്ന് 2 മീറ്റർ ഡിസ്റ്റൻസ് വേണം മിനിമം ഹെഡ് റൂമിന്. അതുപോലെ തന്നെ ഓരോ ഭാഗത്തുനിന്നും തല മുട്ടാതിരിക്കാൻ മിനിമം 2 മീറ്റർ എങ്കിലും ഹൈറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളെ സ്റ്റെയർ റൂമൊക്കെ അല്ലേ, അതിനാണ് ഈ ഹെഡ് റൂം എന്ന് പറയുക. സ്റ്റെയറിന് മാത്രമായിട്ട് റൂം കൊടുക്കുമ്പോൾ മിനിമം 2 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് അതിന് വേണം. 2.1 ഒക്കെ കൊടുക്കും, ഇപ്പോൾ 2 മീറ്റർ ഡിസ്റ്റൻസ് വേണം. ആ ഒരു ഇതിനാണ് ഹെഡ് റൂം എന്ന് പറയാം. കൾവേർട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ ഡിഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടണൽ സ്ട്രക്ചർ ആണ് കൺസ്ട്രക്റ്റഡ് അണ്ടർ റോഡ്വേസ് ഓർ റെയിൽവേസ് ടു പ്രൊവൈഡ് ക്രോസ് ഡ്രെയിനേജ്, അതായത് ഡ്രെയിനേജ് വാട്ടറൊക്കെ ഇങ്ങനെ, അതായത് തോട് ഒക്കെ ഉള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ടണലിനെയാണ് കൾവേർട്ട് എന്ന് പറയുക. സെറ്റ് ബാക്കും പറഞ്ഞു, മിനിമം ഡിസ്റ്റൻസ് അത് നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ് ബിൽട്ടപ്പ് ഏരിയയാണ്. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ കവേർഡ് ഏരിയനെയാണ് നമ്മൾ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇനി മാക്സിമം പെർമിസിബിൾ FAR എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് 1.5 ആണ്. അത് ഓരോന്നിൻ്റെ മാക്സിമം കവറേജ് ഇത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട മാക്സിമം പെർമിസിബിൾ FARൻ്റെ വാല്യൂ ഇത്രയെന്നൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഞാനിതിൻ്റെ കൂടെ ലാസ്റ്റ് അയക്കാം. അപ്പോൾ ആ കവറേജ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത 10DT20 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറാണ്. അപ്പോൾ ആ ഡോർ തന്നെ 1 മൊഡ്യൂള് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ വൈഡും 200 സെൻറ്റിമീറ്റർ ഹൈറ്റും എന്നാണ് അതിനെ മീൻ ചെയ്യണത്. 10DT20 പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് ആ ഡോറിൻ്റെ വൈഡ്, 200 സെൻറ്റിമീറ്റർ ആണ് ആ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, D എന്ന് പറയുന്നത് ഡോറും, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലീഫ് 2 ലീഫുള്ള ഡോറ്. ഈ ഡോറിന് 2 ലീഫുള്ള ഡോറിനെ നമുക്ക് വരയ്ക്കാനുള്ളത്, അതുകൊണ്ട് 10DT20 തന്നെയാണ് വരുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് സൈറ്റ് പ്ലാൻ വേണ്ട ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് പ്ലാൻ കൊടുക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് വേണ്ട ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ, നോർത്ത് ഡയറക്ഷൻ നിർബന്ധമായിട്ടും മാർക്ക് ചെയ്യണം, അതുപോലെ ബൗണ്ടറീസ് കാണിക്കണം, അതുപോലെ പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് കാണിക്കണം, അതിലേക്കുള്ള ക്ലിയറൻസ്, സെറ്റ് ബാക്കുകൾ കാണിക്കണം, സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റ്, കിണറുണ്ടെങ്കിൽ കിണർ, അതിലേക്കുള്ള ആക്സസ് കാണിക്കണം, സർവീസ് ലൈൻ, അതായത് വാട്ടർ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷനും ഒക്കെ അതിലേക്ക് കാണിക്കണം. അതാണ് ഒരു സൈറ്റ് പ്ലാനിൽ വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏരിയ ഓഫ് കമ്പൈൻഡ് ബാത്റൂം ആൻഡ് ലാട്രിൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.2 m² with one side not less than 1.1 meters. The height of bathroom and latrine should ഒരു ബാത്റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.2 meters എങ്കിലും വേണം. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 2.2 m² എങ്കിലും മിനിമം വേണം. അതുപോലെ ഒരു സൈഡ് എന്ന് പറയുന്നത്, അതായത് ബാത്റൂമിൻ്റെ ലെങ്ത് വൈസിലോ വിഡ്ത്ത് വൈസിലോ ഏതെങ്കിലും ഒരു സൈഡ് പറയുന്നത് 1.1 മീറ്റേഴ്സിൽ കുറയാൻ പാടില്ല. അത്രയെങ്കിലും മിനിമം വേണം ഒരു സൈഡ്.
അപ്പോൾ നമ്മളിപ്പോൾ ബാത്റൂമിൽ കൊടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു 3m² എങ്കിലും വേണം എന്നുള്ള പറഞ്ഞിരുന്നു. ഇവിടെ ഒരു 2.2 എന്ന് പറഞ്ഞു 3 എന്നുള്ള കൺസിഡറേഷനിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റൂളൊക്കെ എഴുതുമ്പോൾ അതുപോലെ എഴുതിക്കോളിൻ, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3m² എങ്കിലും കൊടുക്കണം എന്നുള്ളതിൽ ചെയ്താൽ മതി. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ സാനിറ്ററി ഫിറ്റിങ്സ്, അതിൻ്റെ കുറച്ച് പേര് അത് ഞാൻ നമ്മൾ സാനിറ്ററി ഫിറ്റിങ്സിൻ്റെ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് പഠിച്ച് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് കൺവെൻഷണൽ സൈൻ ഓഫ് പാർട്ടീഷൻ ബ്ലോക്ക്, അതായത് പാർട്ടീഷൻ ബ്ലോക്ക് നമ്മൾ വരച്ചിട്ടുണ്ട് കൺവെൻഷണൽ സൈനിൽ. അതുപോലെ 15 AMPS 3-pin സോക്കറ്റ്, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ഫിക്സ്റ്റേഴ്സ് വരച്ചതിൽ 15 AMPSൻ്റെ സോക്കറ്റ് വരച്ചിട്ടുണ്ട്. അത് രണ്ടും വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അടുത്തത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ്. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 60 cm, പ്ലിന്ത് ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് 45 cm. അടുത്തത് 50% പ്ലോട്ട് ഏരിയയ്ക്കുള്ള FAR നേരത്തെ പോലെ ചോദിച്ചു, 1.5 ആണ്. നെക്സ്റ്റ് അസംബ്ലി ഹാളിൽ ഹൗ മെനി നമ്പർ ഓഫ് സീറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ 1 കാർ പാർക്കിംഗ്, അതായത് ഒരു കാർ പാർക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ഇപ്പം അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തിയേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ കൺവെൻഷൻ സെൻറ്റർ, ഓഡിറ്റോറിയം ഒക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കാർ പാർക്കിംഗ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര സീറ്റിംഗ് അറേഞ്ച്മെൻറ്റെങ്കിലും മിനിമം വേണം. എത്ര സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനാണ് ഒരു കാർ പാർക്കിംഗ് കൊടുക്കണതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 25 നമ്പേഴ്സാണ് കേട്ടോ. നെക്സ്റ്റ് ഗിവ് ദ ഹൈറ്റ് എക്സീഡിങ് ടു പ്രൊവൈഡ് എ ലിഫ്റ്റ് ഇൻ എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് കൊടുക്കാനുള്ള ഹൈറ്റ്, എത്ര ഹൈറ്റ് വേണം എന്നാണ് ചോദിക്കുന്നത്. പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, 15 മീറ്റർ ആണ്. മിനിമം വാല്യൂ ഓഫ് ത്രെഡ് ആൻഡ് മാക്സിമം റൈസ് ഓഫ് എ ഗ്രൂപ്പ് എക്യുപ്പൻസി ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. നമ്മൾ 25-17 കേട്ടോ. 25 ത്രെഡും 25 to 30 ആണ് ത്രെഡ്. റൈസ് അതുപോലെ 15 to 17 ആണ്. ഓക്കെ, മിനിമം വാല്യൂ ഓഫ് ത്രെഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 25ഉം മാക്സിമം റൈസ് പറഞ്ഞാൽ 17ഉം. How will you determine the length of ridge piece having rectangular tiled roof? അതായത് ഈവ് ടു ഈവ് ലെങ്ത്ത് ഓർ ഈവ് ടു ഈവ് സ്പാൻ. അതായത് നമ്മളെ ഈവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, നമ്മളെ റൂഫിൻ്റെ എൻഡാണ് ഈവ് എന്ന് പറയണത് അല്ലേ. ആ ഈവ് മുതൽ അടുത്ത ഈവ് വരെയുള്ള ആ ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പാനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് നേരത്തെ ഡോറിൻ്റെ ചോദിച്ച പോലെ 10W12 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൻഡോ ആണ്. 100 cm വിഡ്ത്തും 120 cm ഹൈറ്റും. നെക്സ്റ്റ് ഈ ടേബിളാണ് ഞങ്ങളോട് പറഞ്ഞത് ഓരോ ഹൈറ്റിന് 11.5 മുതൽ 15 മീറ്റർ ആകുമ്പോൾ എത്ര സൈഡ് കൊടുക്കണം, 5 മീറ്റർ ഡിസ്റ്റൻസ്, അങ്ങനെ 50 മീറ്റർ വരെയുള്ള എബോവ് 50 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസുകളാണ്. ഇത് പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് അതേപോലെ തന്നെ പെർമിസിബിൾ കവറേജിനനുസരിച്ചിട്ട് നമ്മളെ മാക്സിമം FAR എത്ര വേണം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 50% കവറേജിന് എത്ര വേണം FAR എന്നുള്ളത്. അതേപോലത്തെ ഇതും പഠിച്ചു വയ്ക്കുക. ഓക്കെ.